അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മരണപ്പെട്ടു പോയ രക്ഷിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട നന്മകൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരണപ്പെട്ടു പോയ രക്ഷിതാക്കളുടെ പാരത്രിക ജീവിതം നന്മയിലാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവർക്ക് പാപമോചനം തേടുക. ജീവിതകാലത്ത് അവർ ചെയ്ത പാപങ്ങൾ, ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അടുത്തത്, മൂന്നാമത്തത്, അവർ ചെയ്ത കരാറുകൾ നിറവേറ്റുക. ജീവിതകാലത്ത് അവർ ചെയ്ത കരാറുകൾ, പലരുമായിട്ടുള്ള ഇടപാടുകൾ, അതെല്ലാം അവരുടെ മരണശേഷം വളരെ നല്ല രീതിയിൽ നിറവേറ്റി കൊടുക്കുക. അടുത്തത്, അവർ വഴിയുള്ള കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കുക. മാതാപിതാക്കൾ വഴിയുള്ള കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാതാപിതാക്കളുടെ മരണശേഷം അവരിലൂടെയുള്ള കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവരെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ അഞ്ചാമത്തത്, അവരുടെ സ്നേഹിതരെ ആദരിക്കുക. മാതാപിതാക്കളുടെ കൂട്ടുകാർ, ആ കൂട്ടുകാരെ ആദരിക്കുക. അവർക്കാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവരുടെ പ്രയാസത്തിൽ പങ്കുചേരുക. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ സ്നേഹിതരെ ആദരിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് ചെയ്തു കൊടുക്കേണ്ട 4 നന്മകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ 4 നന്മകൾ അവർക്ക് ചെയ്തു കൊടുത്താൽ അവരിൽ നിന്നുള്ള മദദ്, അവരിൽ നിന്നുള്ള ഒരു മദ്ഹ്, പ്രശംസ നമുക്ക് ലഭിക്കും. അവർ മരണപ്പെട്ടു പോയാലും അവരുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അകലുന്നില്ല, ഇല്ലായ്മ ചെയ്യുന്നില്ല. അവരുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കളുടെ ജീവിതകാലത്ത് നാം നന്മ ചെയ്യുന്നത് പോലെ മരണത്തിന് ശേഷവും അവർക്ക് വേണ്ടി നാം നന്മകൾ ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ വഴിയുള്ള കുടുംബങ്ങൾ സംരക്ഷിക്കണം, അവരുടെ കരാറുകൾ നിറവേറ്റണം. അതുപോലെ തന്നെ അവരുടെ സ്നേഹിതരെ ആദരിക്കണം. ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യുക. ഇങ്ങനെ നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും.